കല്യാണിക്ക് വെറും 4 വയസ്സ് മാത്രമേയുള്ളൂ. ഈ പ്രായത്തിനിടയ്ക്ക് ആ കുഞ്ഞ് എത്രത്തോളം അനുഭവിച്ചു. അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അച്ഛൻ്റെ സഹോദരനിൽ നിന്ന് ഇനി ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവും എന്നുപോലും അറിയില്ല. ഈ പ്രായത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹം പറ്റി വളരേണ്ട കുഞ്ഞാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു പാവയെ പോലെയായിരുന്നു കല്യാണി. കുറച്ച് അമ്മയുടെ വീട്ടിൽ, കുറച്ച് അച്ഛൻ്റെ വീട്ടിൽ. അതിനർഹതപ്പെട്ട സ്നേഹമോ സംരക്ഷണമോ പരിഗണനയോ ഒന്നും കിട്ടാതെ ആ കുഞ്ഞു വളർന്നു. 1.5 വർഷത്തോളം അച്ഛൻ്റെ സ്ഥാനമുള്ള അച്ഛൻ്റെ അനിയനിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും ആ പാവം കുഞ്ഞിനറിയില്ല. അയാൾക്ക് തന്നോട് സ്നേഹമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നും ആ കുഞ്ഞിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വെറും 4 വയസ്സ് മാത്രമല്ലേ ആ പാവത്തിനുള്ളൂ. അയാൾ ഏൽപ്പിക്കുന്ന വേദനയും നീറ്റലും ആ പാവം കുഞ്ഞ് ഓർക്കാൻ പോലും പറ്റുന്നില്ല. നെഞ്ചിലിട്ട് താലോലിക്കേണ്ട കുഞ്ഞല്ലേ. സ്വന്തം കുഞ്ഞായി കണ്ട് നെഞ്ചിലിട്ട് താലോലിക്കേണ്ട ആ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് മനസ്സ് വരിക? ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിയാൻ കഴിയുക? 10 മാസം വയറ്റിലിട്ട് നൊന്തു പ്രസവിച്ച തൻ്റെ പൊന്നോമന കുഞ്ഞ് അമ്മേ അമ്മേ എന്ന് എത്ര വട്ടം വിളിച്ചു കാണും. ആ കുഞ്ഞ് ആ വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടുമ്പോൾ അത്രയും ക്രൂരത കാണിച്ച തൻ്റെ അമ്മയെ അമ്മേ എന്ന് അവസാനവും വിളിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി എത്ര തവണ ആ കുഞ്ഞ് കേണിട്ടുണ്ടാവും. തൻ്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവരുടെ മനസ്സ് ഒരു നിമിഷമെങ്കിലും തേങ്ങിയില്ലേ? തിരിഞ്ഞു നോക്കിയില്ലേ? തൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഒരിക്കലെങ്കിലും തോന്നിയില്ലേ? അവർ അവിടെ നിന്നും തിരിഞ്ഞു നടന്നത് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ്. അവരുടെ മനസ്സിൻ്റെ ക്രൂരത എത്രത്തോളമായിരിക്കും? ആ സ്ത്രീ ഇപ്പോഴും പോലീസിനോട് സഹകരിക്കുന്നില്ല. കുഞ്ഞിനെ പുഴയിലിറങ്ങി അവൾ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഒരു കൂസലുമില്ലാതെയാണ് കയറി ചെല്ലുന്നത്. തൻ്റെ മകളെ എന്നേക്കുമായി ഇല്ലാതാക്കി വരികയാണെന്ന ഒരു വിഷമം പോലും, ഒരു സങ്കടം പോലും ആ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്നില്ല. ഒരു പൂച്ചക്കുഞ്ഞിനെ എങ്ങാനും നഷ്ടപ്പെട്ടു പോയ ലാഘവത്തോടെയാണ് അവർ വീട്ടിലേക്ക് വന്ന് കയറിയത്. ബസ്സിൽ എവിടെയോ വെച്ച് തൻ്റെ മകളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതും വീട്ടുകാർ കുട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് പറഞ്ഞത്. അവർക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ സങ്കടമില്ല, അവരുടെ ജീവിതം നഷ്ടപ്പെട്ടതിൽ മാത്രമായിരുന്നു അവർക്ക് സങ്കടമുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സങ്കടമകറ്റാൻ അവർ മറ്റൊരാളെ കണ്ടുപിടിച്ചു. പുതിയ കാമുകനുമായിട്ടുള്ള ജീവിതം അവർ സ്വപ്നം കണ്ടു. പക്ഷെ ഈ കുഞ്ഞ് അവർക്കൊരു തടസ്സമാണ്. ഭർത്താവുമായിട്ടാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുതൽ തർക്കങ്ങളും പ്രശ്നങ്ങളും തുടങ്ങിയതാണ്. അവർക്കിടയിൽപ്പെട്ടാണ് കല്യാണിയും കല്യാണിയുടെ സഹോദരനും വളരുന്നത്. കല്യാണിയുടെ മരണത്തിന് ശേഷം അവരുടെ അച്ഛൻ വന്ന്, കുഞ്ഞിൻ്റെ അച്ഛൻ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. പക്ഷെ അയാളുടെ വീട്ടിൽ നിന്നാണ് ഈ കുഞ്ഞിന് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായത്. കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ സമാധാനം നിറഞ്ഞൊരു ജീവിതം കൊടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അച്ഛനോടും അമ്മയോടും ഏട്ടനോടുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനായിരിക്കും ആ കുഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ടാകുക. അച്ഛനും അമ്മയ്ക്കും ഇടയിലുള്ള പകയുടെയും ദേഷ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും എല്ലാം തിക്തഫലം അനുഭവിച്ചത് ഈ പാവം കുഞ്ഞാണ്. ആരും ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ടാണ് ഒരു നാരദന്റെ കാമത്തിന് ഇരയായത്. 4-5 വയസ്സുവരെ നിർബന്ധമായും അമ്മയുടെ കരുതലിലും അച്ഛൻ്റെ സംരക്ഷണത്തിലും വളരേണ്ട കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഇങ്ങനെയാക്കിയാൽ അമ്മക്ക് മാത്രമല്ല അച്ഛനും നല്ല പങ്കുണ്ട്.